Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. PDF കാണാം. PDF കാണാമോ? അത്ര മിസ് അബ്രിവേഷൻസ് കംപ്ലീറ്റ് ചെയ്തോ? ബാക്കിയുള്ളത് ചെയ്തായിരുന്നോ? ടീച്ചർ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഞാനല്ല, ഞാൻ എടുത്തത് 70 വരെ. മറ്റേ മിസ് അബ്രിവേഷൻസ് കംപ്ലീറ്റ് ചെയ്തോ? 166 തുടങ്ങി എടുത്തു അല്ലേ? ഓക്കെ 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 ഓക്കേടോ, ശരി. നിങ്ങൾ ഡിഗോക്സിൻ വരെ അല്ലേ പറഞ്ഞ അബ്രിവേഷൻ? 70. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചോ? ഇപ്പൊ ഇന്ന് നിങ്ങൾക്കറിയാലോ നവരാത്രി ആരംഭമാണ്. നവരാത്രിനെ കുറിച്ചൊക്കെ അറിയാലോ എല്ലാവർക്കും? അറിയാമോ? യെസ്. അമ്പലത്തിലേക്ക് പോയോ? പോയി. എവിടെ പോയത് നിതു? ദേവീക്ഷേത്രം. വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട് ട്രിവാൻഡ്രമാണോ? യെസ്. ഞാൻ പോയി. ഞങ്ങളുടെ വീടിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് മൂകാംബിക ക്ഷേത്രം. നോർത്ത് മൂകാംബിക, നോർത്ത് പറവൂർ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? വന്നിട്ടുണ്ടോ? മൂകാംബികയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ശരി, സ്റ്റാർട്ട് ചെയ്യാം. അബ്രിവേഷൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. 70 വരെ പറഞ്ഞു. ഡിഗോക്സിൻ. then 71 DM. DM എന്താണ് പറയുന്നത്? ഡയബറ്റിസ് മെലിറ്റീസ് അല്ലെ? ഡയബറ്റിസ് മെലിറ്റീസ് ആണ് എന്താ? അതായത് പ്രമേഹം. ഓക്കെ, ഡയബറ്റിസ് കേട്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, ഡയബറ്റിസ് മെലിറ്റീസ് ആണ് എന്താ DM എന്ന് പറയുന്നത്. then 72 ടിക്ക് ചെയ്യാം കേട്ടോ. 72 ടിക്ക് ചെയ്യാം. DOA 72 DOA എന്താണ്? ഡെഡ് ഓൺ അറൈവൽ. ഡെഡ് ഓൺ അറൈവൽ. എന്താണ് ഡെഡ് ഓൺ അറൈവൽ എന്ന് പറയുന്നത്? എത്തുന്നതിന് മുൻപായിട്ട്, പേഷ്യന്റ് എത്തിച്ചേരുന്നതിന് മുൻപായിട്ട് മരണപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് ഓൺ അറൈവൽ അഥവാ DOA എന്ന് പറയുന്നത് കേട്ടോ. ഡെഡ് ഓൺ അറൈവൽ. റെക്കോർഡിംഗ് അല്ലേ?
ടിക്ക് ചെയ്യണേ. 72 ടിക്ക് ചെയ്യണേ. Then 73 TOE dyspnea or exertion. Dyspnea or exertion എന്താണ്? അതൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ് കേട്ടോ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ് എന്ത് ഡിസ്പെനിയ എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്പെനിയ ഓർ എക്സർഷൻ എന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ്. 74 ടിക്ക് ചെയ്യാം. 74 ടിക്ക് ചെയ്യാം കേട്ടോ. ഡോൺ DON എന്താണ്? ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ടിക്ക് ചെയ്യാം. Then 75 ടിക്ക് ചെയ്തേ. 75 TOS death on scene. Death on scene എന്താണ്? സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നത്. ഓക്കെ, ഡെത്ത് ഓൺ സീൻ എന്താണ്? സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നതാണ്. TOS death on scene. 75 ടിക്ക് ചെയ്യാം. 75 ടിക്ക് ചെയ്യാം. 76 DPT. ഇത് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? DPT എന്താണ്? D സൂചിപ്പിക്കുന്നത് ഡിഫ്തീരിയ, then P for pertussis and T for tetanus toxoid vaccine. ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ്? തൊണ്ടമുള്ള എന്ന് പറയും നമ്മള്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് തൊണ്ടമുള്ള. പെർtussis എന്താണ്? വില്ലൻ ചുമ. പെർtussis എന്താണ്? വില്ലൻ ചുമ. ടെറ്റനസ് എന്ന് പറയുന്നത് എന്താ? ടെറ്റനസ് ടോക്സിക് എന്ന് പറയുന്നത് കുതിരസന്നി അല്ലെങ്കിൽ നമ്മള് ലോക്ക് ജോ എന്നൊക്കെ പറയും. കുതിരസന്നി അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് എന്താ? TPT അല്ലെങ്കിൽ ടെറ്റനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് ടോക്സിസ് വാക്സിൻ DPT. ടിക്ക് ചെയ്യാം കേട്ടോ. 76 ടിക്ക് ചെയ്യാം. ഡിഫ്തീരിയ തൊണ്ടമുള്ള, then pertussis വില്ലൻ ചുമ, ടെറ്റനസ് കുതിരസന്നി അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് പറയും. ലോക്ക് ജോ. ക്ലിയർ ആണോ? 76 സ്ക്രീൻ കാണുന്നില്ലേ? കാണാലോ? നോക്കി ഇപ്പോഴോ കാണാമോ? ആ, 75ഉം 76ഉം ടിക്ക് ചെയ്യാം കേട്ടോ. 77 എടോ ഇപ്പോഴും കാണുന്നില്ലേ നിങ്ങക്ക്? ആശ ജസ്റ്റിൻ സ്ക്രീൻ കാണുന്നില്ലേ? ആശ ഓക്കെ. TST എന്താണ്? ഡ്രൈ സ്റ്റീറൈൽ ഡ്രസ്സിംഗ്. അറിയാലോ? DST എന്താണ്? ഡ്രൈ സ്റ്റീറൈൽ ഡ്രസ്സിംഗ് ആണ്. 78 DTAP. DTAP അതെന്ത് തന്നെയാണ്? ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സിഡ് ആൻഡ് എസെക്കുലർ പെർtussis വാക്സിൻ. ഓക്കെ, ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. എ എന്നൊരു ലെറ്റർ മാത്രമേ അവിടെ വരുന്നുള്ളൂ കേട്ടോ. അസെല്ലുലാറിന്റെ ഒരു എ എന്നൊരു വാക്ക് മാത്രമേ അവിടെ വരുന്നുള്ളൂ. വേർഡ് മാത്രമേ അവിടെ വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ? ഡിഫ്തീരിയ T, ടെറ്റനസിന്റെ T, then T for pertussis അതില് A ആണ്. അസെല്ലുലാർ എന്നുള്ളതാണ് ഇവിടെ A വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, DPT എന്നത് കൊടുത്തിട്ട് ഓപ്ഷൻസിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്താലും ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? DPTയുടെ എക്സ്പാൻഷൻ ചോദിച്ചു കഴിഞ്ഞാല് മുകളിലത്തെയാണ് കറക്റ്റ് കേട്ടോ. TTAP വരുമ്പോ മാത്രമാണ് ഈ ആൻസർ ശരിയാവുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണ് പിള്ളേരെ? ഓക്കെ. Then 79 DTP. സെയിം കേട്ടോ. സെയിം ആണോ?
ഓക്കെ, വ്യത്യാസമുണ്ട് കേട്ടോ. DTP ആണ്, മറ്റേത് എന്തായിരുന്നു? DPT ആണ്. DTP എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സിസ് ആൻഡ് പെർട്ടോസിസ് വാക്സിൻ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 3 രീതിയിൽ ഇത് DPT വാക്സിൻ അറിയപ്പെടുന്നുണ്ട്, അല്ല എക്സ്പാൻഷൻസ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. 79 ടിക്ക് ചെയ്തേ. 79 ടിക്ക് ചെയ്യാം കേട്ടോ. Yes. Then 80. DTS. Delirium tremens. എന്താണ്? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡെലീരിയം ടെർമിനസ് എന്ന സിറ്റുവേഷൻ എന്തായിരിക്കും അത്? അതായത് നമുക്ക് അമിതമായിട്ട് മദ്യപിക്കുന്ന ഒരാള്, അതായത് ദീർഘകാലമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് മദ്യപാനം നിർത്തുന്ന സിറ്റുവേഷൻസ്, നിർത്തുന്ന സമയത്ത് അയാളിൽ അനുഭവപ്പെടുന്ന ഒരു തരം സിറ്റുവേഷൻ ആണെന്ത്? അതായത് ഒരു മദ്യപാനി മനഃപൂർവ്വമായിട്ട് നിർത്തില്ലേ, ആ സിറ്റുവേഷൻസ് എന്തൊക്കെ സംഭവിക്കും? ആൾക്ക് വിറയൽ ഉണ്ടാകുന്നു, ഭ്രമം ഉണ്ടാകുന്നു, പിന്നെന്താണ്? പനി, മറ്റു രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അത്തരം സിറ്റുവേഷൻസിന് അറിയപ്പെടുന്ന പേരാണ് എന്താ? ഡിലൂരിയം ടെർമിനസ് അഥവാ DTS എന്ന സിറ്റുവേഷൻ. ഓക്കെ, അതായത് ദീർഘകാലമായിട്ട് മദ്യപിക്കുന്ന ഒരാള് പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടില്ലേ? കൈയൊക്കെ വിറക്കുന്ന കണ്ടിട്ടില്ലേ ആൾക്കാരുടെ ചെറുത്? ഇൻകേസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് രാവിലെ കഴിച്ചിട്ടില്ലെന്നാണെങ്കിൽ, അതായത് മദ്യപിക്കുന്ന ഒരാള് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ രാവിലെ കണ്ടിട്ടില്ലേ കൈ വിറക്കുന്നതൊക്കെ? നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലേ പിള്ളേരെ? ഞങ്ങൾ കുടിയന്മാരൊന്നും കണ്ടിട്ടില്ല ടീച്ചറെ. ശരി, ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ് എന്താ? ആ ഒരു സിറ്റുവേഷൻ ഇത്രയും നല്ലൊരു പേരല്ലേ? എന്താണ്? ഡെലൂരിയം ടെർമിനസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 80 ടിക്ക് ചെയ്യണം കേട്ടോ. DTS ടിക്ക് ചെയ്യാം. തല്ലല്ലേ? എന്താണോ എഴുതുന്നത്? തല്ലല്ലേന്നോ? എന്താണോ? ആരാണോ തല്ലിയത്? താലല്ലേ? ശരണ്യ, എന്താ മോനെ എഴുതിയേക്കത്? ശരണ്യ എന്താ ടൈപ്പ് ചെയ്തേക്കണേ? ശരണ്യക്ക് പോയി. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കി, ഇവിടുത്തെ അത്ര ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, 80 ടിക്ക് ചെയ്യാം കേട്ടോ. Then 81 DVT. 81 DVT, deep venous thrombosis. എന്താ? അതായത് നമ്മുടെ വെയിൻസിൽ അല്ലെ സിരയില് ബ്ലഡ് കോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ. വെയിൻസില്, അതായത് സിരയില് എന്താണ്? ബ്ലഡ് കോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് എന്താ? ഡീപ് വെനസ് ത്രോംബോസിസ് എന്ന് പറയുന്നത് DVT. ഓക്കെ, DVT, deep venous thrombosis. Then D5W. Dextrose 5% in water. D5W എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ IV സൊല്യൂഷൻ ആണ് കേട്ടോ പറയുന്നത്. IV സൊല്യൂഷൻ ആണ് എന്താ? D5
W എന്ന് പറയുന്നത് IV solution. Okay. D5W across 5% in water IV solution. DX. DX എന്താണ്? Diagnosis. DX diagnosis. Pick ചെയ്തോളൂ കേട്ടോ. TS diagnosis pick ചെയ്യാം. 83 pick ചെയ്യണേ. Then ECG electrocardiogram. ECG electrocardiogram pick ചെയ്യാം കേട്ടോ. Electrocardiogram pick ചെയ്യാം. ED അറിയാലോ. ED എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പഠിച്ചിട്ടില്ലേ നമ്മള്? ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ER എന്താണ്? ER എന്താണ്? എമർജൻസി റൂം. ഓക്കെ 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 ശരി. EDC നമ്മൾ പലരും നമ്മളുടെ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ EDC എന്താണെന്ന്? എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്താണ്? എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ബേബിയുടെ ഡ്യൂ ഡേറ്റ് നമ്മൾ EDC എന്ന് പറഞ്ഞ ലാസ്റ്റ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിന്റെ താഴെ ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതെപ്പം മുതൽ അറിയാൻ പറ്റും? ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ അറിയാൻ പറ്റും അല്ലെ? ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ EDC അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എപ്പോഴാണ് ആ ഒരു ഡ്യൂ ഡേറ്റ്, അതായത് നമ്മുടെ ഏകദേശം ഒരു 9 months കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഡെലിവറി ഡേറ്റ് വരുന്നത്. ഓക്കെ യെസ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് ആണ് എന്ത്? EDC. EDC എന്നാണോ? EDC എന്നല്ല ടെക്സ്റ്റിലാണ്. അതെ 86 കണ്ടോ? എന്താണ് കൺഫ്യൂഷൻ? കറക്റ്റ് അല്ലേ? ടെക്സ്റ്റിൽ എന്താ കിടക്കുന്നത് നിങ്ങളുടെ? E for estimated and D for date and C for confinement. അതെ EDC എന്നാണ് കേട്ടോ. ഓക്കെ then EEG. EEG ഇലക്ട്രോഎൻസെഫാലോഗ്രാം. ഇലക്ട്രോഎൻസെഫാലോഗ്രാം നമ്മൾ EEG ചെയ്യുന്നത് എപ്പോഴാണ്? EEG ചെയ്യുന്ന സിറ്റുവേഷൻസ് അറിയാമോ നിങ്ങൾക്ക്? ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് സീഷർ ഫിക്സ് വരുന്ന സമയത്ത് അല്ലെ, ഫിക്സ് വന്നതിന് ശേഷം അതിന്റെ ഫ്രീക്വൻസീസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EEG ചെയ്ത് നോക്കുന്നത് അല്ലെ. ഓക്കെ യെസ്. അപ്പൊ EEG വേരിയേഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൂടുതൽ എടുക്കേണ്ടി വരുന്നത്. EEG വേരിയേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. ഓക്കെ യെസ്. then 87 ടിക്ക് ചെയ്യാം കേട്ടോ. 87 ടിക്ക് ചെയ്തേ. EEG. then 88 EG ഫോർ എക്സാമ്പിൾ. അറിയാലോ EG എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്. then 89 ടിക്ക് ചെയ്യാം. 89 സെയിം തന്നെയാണ് കേട്ടോ. EEGയുടെ സെയിം തന്നെയാണ് എന്ത്? EKG. EEGയും EKGയും സെയിം തന്നെയാണ്. സോറി ECGയും EKGയും സെയിം തന്നെയാണ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. അതിനെ EKG എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയാറുണ്ട്. 84ഉം 89ഉം സെയിം തന്നെയാണ്. ഓക്കെ 84 and 89 സെയിം ആണ്. 90 നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. Ear, nose, throat. ENT. Ear, nose, throat. ENT. ഓക്കെ ടിക്ക് ചെയ്തോളൂ. 19 ടിക്ക് ചെയ്തോളൂ കേട്ടോ.
Okay. Then 91 ER emergency room. ER emergency room. Then 92 ET. 92 ET എന്താണ് endotracheal tube. ET എന്താണ് endotracheal tube. എന്താണ് endotracheal tube എന്ന് പറയുന്നത്? നമ്മൾ ട്രക്കിയയിൽ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെ ശ്വാസനാളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബിലാണ് നമ്മൾ എന്ത് പറയുന്നത് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. ട്രക്കിയാക്ക് പഠിച്ചിട്ടില്ലേ നമ്മൾ വെന്റിലേറ്റർ ഒക്കെ പഠിച്ചപ്പോ? ആ യെസ്, വെന്റിലേറ്ററിലല്ലേ അത് പഠിച്ചത്? അതെ. 92 ടിക്ക് ചെയ്യാട്ടോ. 92 ടിക്ക് ചെയ്യാ. ET എൻഡോട്രക്കിയൽ ട്യൂബ് ടിക്ക് ചെയ്യാട്ടോ. (93) ETA. 93 ETA estimated time of arrival. Estimated time of arrival. ഇത് ഏത് ഭാഗത്താണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഭാഗം estimated time of arrival ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു വേർഡായിട്ട് പറയുന്നില്ല എങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു പേഷ്യൻസിനെ നമ്മൾ ആംബുലൻസിൽ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന് പേഷ്യൻസ് എത്തിച്ചേരുന്ന ഏകദേശം ടൈം അല്ലേ പഠിച്ചിട്ടില്ലേ വളരെ? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അതർ ഫെസിലിറ്റീസിലേക്ക് മാറ്റുന്ന സമയത്ത് ഏകദേശം ഏത് ടൈമിൽ അവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ. ETOH അടുത്തത് 94 ETOH ഇഥൈൽ ആൽക്കഹോൾ. ETOH എന്താണ്? ഇഥൈൽ ആൽക്കഹോൾ ആണ് കേട്ടോ. ETOH ഇഥൈൽ ആൽക്കഹോൾ. ETT എൻഡോട്രക്കിയൽ ട്യൂബ് കേട്ടോ. ETT എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബ് ആണ് കേട്ടോ. ETT എൻഡോട്രക്കിയൽ ട്യൂബ്. Then degree Fahrenheit. Degree Fahrenheit. 96 degree Fahrenheit. ഇതൊന്നുകൂടി നോക്കാം. 72 DOA. ഒന്നും കൂടി ആവർത്തിക്കാണ് കേട്ടോ. 72 DOA dead on arrival. ചെയ്തിട്ടുണ്ടല്ലോ. Then 74 DON director of nursing. 74 DON director of nursing. 75 DOS dead on scene. 76 DPT diphtheria, pertussis and tetanus toxoid vaccine. Then 79 DTP diphtheria, tetanus, toxoid and pertussis vaccine. 79. Then 18 DTS delirium tremens. Delirium tremens. 84 ടിക്കിയതോ ECG electrocardiogram. 84 കഴിഞ്ഞിട്ട് അടുത്ത ഏതാ ടിക്ക് ചെയ്തത്? 87. ഓക്കെ. EEG 83 ടിക്ക് ചെയ്തിരുന്നില്ലേ? DX ഡയഗ്നോസിസ്. 83 ഉണ്ട് കേട്ടോ. 83 DX ഡയഗ്നോസിസ്. ഓക്കെ. 84 ECG electrocardiogram. 87 EEG electroencephalogram. Then 89 EKG electrocardiogram. 89 electrocardiogram. Then 92 ENT. ENT പറഞ്ഞല്ലോ നിങ്ങളോട്. ടിക്ക് ചെയ്തായിരുന്നോ 90? 90 ടിക്ക് ചെയ്തോ? Yes, 90. Then 92 ET endotracheal tube. 92 ET endotracheal tube.
ഓക്കെ, അവിടെ വരെ ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? നെക്സ്റ്റ് 97 FiO2. FiO2, ഈ O2 എന്നുള്ളത് താഴെയാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ താഴെയാണ്, ഇവിടെ പ്രിന്റിങ്ങിൽ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. 2 താഴെയാണ് വരേണ്ടത് കേട്ടോ. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റില് കറക്റ്റ് ചെയ്യാം. FiO2, ഇവിടെ താഴെ 2 വരും. എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പേർഡ് ഓക്സിജൻ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇൻഹേൽ ചെയ്യുമ്പോൾ എത്രത്തോളം CO2 ആണ്, അതിന്റെ പെർസെന്റേജ് ആണ് കേട്ടോ. എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെന്റേജ് ആണ്, ഇൻഹേൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെന്റേജ് ആണ് ഇത് FiCO2 എന്ന് പറയുന്നത്, ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജ്. ഓക്കെ, then 98 ടിക്ക് ചെയ്തേ. 98 FBS നമുക്കറിയാലോ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടിക്ക് ചെയ്യാം കേട്ടോ. then 99 FE അറിയാലോ നിങ്ങൾക്ക്, അയൺ. FE എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അയൺ. ഓക്കെ, Fe iron. Then 100 ടിക്ക് ചെയ്യാം കേട്ടോ. 100 ടിക്ക് ചെയ്യാം. FHR. FHR fetal heart rate. Fetal heart rate എന്താണ്? ഗർഭാശയ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് ആണ് എന്താ? ഫീച്ചർ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, FHR ടിക്ക് ചെയ്യാം. FHR ടിക്ക് ചെയ്യാം. 91 FHT. FHT എന്താണ്? ഫീച്ചർ ഹാർട്ട് റേറ്റ് ടോൺ. ഫീച്ചർ ഹാർട്ട് ടോൺ എന്താണത്? അതായത് ഫീച്ചറിന്റെ സൗണ്ട് ഉണ്ടാവുമല്ലേ, ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട്, അതിനെയാണ് നമ്മൾ അവിടെ ടോൺ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത്? കേട്ടിട്ടില്ലേ? സൗണ്ട് കേട്ടിട്ടില്ലേ? യെസ്, സ്കാൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഒരു സമയത്ത് നമ്മൾ എന്താണ് ആ ഒരു ശബ്ദം, അതിനെയാണ് സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ് ആണ് അല്ലെ. ആ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഫീച്ചർ ഹാർട്ട് ടോൺസ് എന്ന് പറയുന്നത്. FHT. FHT ഫീച്ചർ ഹാർട്ട് ടോൺസ് ആണ്. 102 FHX. FHX family history. FHX family history. FHX family history. 103 F capital L ആണ് കേട്ടോ. F capital L എന്താണ്? femtoliter. Femtoliter എന്താണ്? അതൊരു സ്മോൾ യൂണിറ്റ് ആണ്. ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ RBCയുടെയും അതൊക്കെ RBC അതുപോലെ തന്നെ എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു സ്മോൾ യൂണിറ്റ് ആണ് എന്ത്? ഫെമിറ്റോലിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. RBC അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു എന്താണ്, അതിന് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് എന്താ? ഫെമിറ്റോലിറ്റർ എന്ന് പറയുന്നത്. F capital L. ഓക്കെ, FL. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസിന്റെ വോളിയം മെഷർ ചെയ്യുന്ന യൂണിറ്റ്. ഓക്കെ, ബ്ലഡ് സെൽസിന്റെ വോളിയം മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് എന്ത്? FL എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എഴുതിയെടുക്കുകയാണോ? റിപ്ലൈ വരാത്തോണ്ട് ചോദിക്കുന്നതാണ് ടീച്ചർ.
104 ടിക്ക് ചെയ്യണേ. 104 FL ഫ്ലൂയിഡ്. FL ഫ്ലൂയിഡ്. എന്താണ് അബ്രിവേഷൻ വരുന്നത്? ഫ്ലൂയിഡ്. FL ഫ്ലൂയിഡ്. FL ഫ്ലൂയിഡ്. 104 ടിക്ക് ചെയ്യാട്ടോ. 105 ടിക്ക് ചെയ്തേ. 105 ടിക്ക് ചെയ്തേ. FLD. FLD എന്താണ് സൂചിപ്പിക്കുന്നത്? ഫ്ലൂയിഡ് തന്നെയാണ് കേട്ടോ. ഫ്ലൂയിഡ് തന്നെയാണ് FLD. FLD ഫ്ലൂയിഡ്. 104 105 ടിക്ക് ചെയ്യണം. 104 105 ടിക്ക് ചെയ്യണം. Then 106 FSH. 106 FSH എന്താണ്? ഫോളിസിൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിസിൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടോൽപാദനത്തിനൊക്കെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് കേട്ടോ. അണ്ടോൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺസ് ആണ്. അതായത് നമ്മുടെ സ്പേംസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? അല്ലെങ്കിൽ അണ്ടോൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോൺ. അങ്ങനെ സൂചിപ്പിച്ചാൽ മതി കേട്ടോ. അണ്ടോൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്ത്? ഫോളിസിൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് കേട്ടോ. FSH. സ്പേമിന്റെ പ്രൊഡക്ഷനെ സ്ട്രെങ്തൺ ചെയ്യണം അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. Then effects എന്താണ്? ഫ്രാക്ചർ. എഫക്ട്സ് ഫ്രാക്ചർ. 107 effects ഫ്രാക്ചർ. 108 G ഗ്രാം. 108 G ഗ്രാം. 109 GB എന്താണ്? ഗാൾ ബ്ലാഡർ ആണ്. ഇവിടെ പിത്തസഞ്ചി. ഗാൾ ബ്ലാഡർ പിത്തസഞ്ചി. GB ഗാൾ ബ്ലാഡർ പിത്തസഞ്ചി. GB ടിക്ക് ചെയ്യാം കേട്ടോ. GB ടിക്ക് ചെയ്യാം. GB ടിക്ക് ചെയ്യാം. പറയുന്നത് ടിക്ക് ചെയ്ത് പോകുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. 110 അതും ടിക്ക് ചെയ്യണേ. GI ടിക്ക് ചെയ്യണേ. GI ടിക്ക് ചെയ്യണേ. ഗ്യാസ്ട്രോ ഇൻസ്റ്റൈനൽ അല്ലെ? ഗ്യാസ്ട്രോ ഇൻസ്റ്റൈനലാണ് എന്ത്? GI എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. refers to the digestive system. അതായത് നമ്മളുടെ എന്തൊക്കെയാണ്? സ്റ്റൊമക്ക് അല്ലെങ്കിൽ ചെറുകുടൽ വനമുള്ളതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? GI എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോ ഇൻസ്റ്റൈനൽ എന്ന് പറയുന്നത്. ഓക്കെ. ടിക്ക് ചെയ്യാം കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൗത്ത്, സ്റ്റൊമക്ക് തുടങ്ങിയ ഭാഗങ്ങള്. ഓക്കെ. 109 110 ടിക്ക് ചെയ്യണം. Then 111 GM ഗ്രാം. ഗ്രാം നമ്മള് 10 mg എന്നൊക്കെ കാണാറില്ലേ മെഡിസിൻസില്? 10 mg ടാബ്ലറ്റ് മെഡിസിൻ അല്ലെ മൈഗ്രെയിനിലൊക്കെ കൂടെ അല്ലെങ്കിൽ ഏതോ ടാബ്ലറ്റ്സിന്റെ ഒക്കെ കൂടെ നമ്മൾ mg എന്നുള്ളത് കാണാറുണ്ട്. 10 mg അത് സൂചിപ്പിക്കുന്നത് ഗ്രാം ആണ് കേട്ടോ. ഓക്കെ. GM ഉം എക്സ്പാൻഷൻ എന്താണ്? ഗ്രാം. GM ഗ്രാം. 112 GR ഗ്രെയിൻ. ഇത് നമ്മുടെ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ് പറയുന്നത്. GR എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് വെയിറ്റ് 1 gram എന്നൊക്കെ പറയില്ലേ? അത് GR എന്ന് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഗ്രെയിൻ യൂണിറ്റ് ഓഫ് വെയിറ്റ്.
Then 113 ടിക്ക് ചെയ്യാം GSW. 113 ടിക്ക് ചെയ്യാം GSW. ഗൺ ഷോട്ട് വുഡ്. GSW ഗൺ ഷോട്ട് വുഡ്. എന്താണ് ഗൺ ഷോട്ട് വുഡ്? എന്തിൽ നിന്നുള്ള പരിക്കാണ്? എന്തിൽ നിന്നുള്ള മുറിവാണ്? ഗൺ ഷോട്ട്. എന്താണ് പിള്ളേരെ? തോക്കിൽ നിന്ന് വെടിയുതിർക്കുന്നത് കേട്ടോ. ഓക്കെ. GSW ഗൺ ഷോട്ട് വുഡ്. ഓർക്കം വരണ്ട നിങ്ങൾക്ക്? ഒന്നും മനസ്സില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറയാമായിരുന്നു. ഓക്കെ. യെസ്. ഗൺഷോട്ട് അറിയാലോ. അപ്പൊ ഗൺഷോട്ട് ടിക്ക് ചെയ്യാം കേട്ടോ. 113 ടിക്ക് ചെയ്യണം. 114 എന്താണ്? GTT ഡ്രോപ്സ്. GTT എന്താണ്? ഡ്രോപ്സ്. നമ്മൾ ഇത്ര തുള്ളി എന്നൊക്കെ പറഞ്ഞ് എഴുതാറില്ലേ? GTT ഇങ്ങനെ ആസിഡ് ഡ്രോപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോപ്സ്, ഇയർ ഡ്രോപ്സ്, ഐ ഡ്രോപ്സ് ഉണ്ടാവാറുണ്ട്. ആസിഡ് ഡ്രോപ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് GTT ഉണ്ടെന്നൊക്കെ ഇനിയിപ്പോ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. ഡ്രോപ്സ് ആണ് സൂചിപ്പിക്കുന്നത് GTT. 115 എന്താണ്? 115 ക്യാപിറ്റൽ ലെറ്റർ GTT ആണ്. മറ്റേത് എന്തായിരുന്നു? സ്മോൾ ലെറ്റർ GTT ആണ് അല്ലെ? ക്യാപിറ്റൽ ലെറ്റർ GTT എന്താണ് സൂചിപ്പിക്കുന്നത്? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് യൂസ്ഡ് ടു അസസ് ദ ബോഡീസ് എബിലിറ്റി. ബോഡിയുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ബോഡിയുടെ ബ്ലഡ് സ്റ്റേജസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ GTT. ഓക്കെ. ക്ലിയർ ആണോ? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. Then GU. GU എന്താണ്? Genitourinary. Genitourinary refers to the urinal system അല്ലെങ്കിൽ urinal and genital organsമായി ബന്ധപ്പെട്ടതാണ് എന്ത്? Genitourinary refers to the urinary and genital organs. Genital organsമായി ബന്ധപ്പെട്ടതാണ് എന്ത്? Genitourinary. Okay. GU genitourinary. Then 117 ടിക്ക് ചെയ്യാം കേട്ടോ. 117 GYN gynecology. GYN small letter GYN gynecology. Gynecology. GYN gynecology. GYN gynecology. H hour. H എന്താണ്? hour. ഒരു മണിക്കൂർ എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. 119 H ബ്രാക്കറ്റിലാണത്. H എന്താണ്? ഹൈപ്പോഡെർമിക്. ഹൈപ്പോഡെർമിക് എന്തായിരിക്കും? ഹൈപ്പോഡെർമിക് എന്ത് റിലേറ്റ് ചെയ്തായിരിക്കും വരുന്നത്? ഹൈപ്പോഡെർമിക് ഡെർമിറ്റോളജി എന്നതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. Anything related, yes, very good. Anything related to just under the skinമായി ബന്ധപ്പെട്ട under the skinമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ H എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൈപ്പോഡെർമിക് തന്നെയാണ്. അതായത് നമ്മുടെ അണ്ടർ ദ സ്കിൻസിൽ ഇഞ്ചക്ഷൻസ് ചെയ്യുന്നത്. അണ്ടർ ദ സ്കിൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അണ്ടർ ദ സ്കിൻ. എനിത്തിങ് റിലേറ്റഡ് ടു ജസ്റ്റ് അണ്ടർ ദ സ്കിൻ ആണ് എന്താ? ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കൊന്നുകൂടി നോക്കാം. ടിക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? 98, 100 ശരിയാണോ? 98, 100 കറക്റ്റ് ആണോ? 104, 105, 109, 110, 113, 117.
ഇവിടെ വരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇതുവരെ ശരിയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് 121 തുടങ്ങി നോക്കാം കേട്ടോ. എച്ച് ആൻഡ് എച്ച്, എച്ച് ആൻഡ് എച്ച്, എച്ച് ആൻഡ് എച്ച്, ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ് എന്താണ്? എന്താണത്? ഹീമോഗ്ലോബിൻ എന്താണ്? യെസ്, ബ്ലഡ് ആണ് അല്ലെ? അതായത് പെർസെന്റേജസ് ഓഫ് RBC ടോട്ടൽ ബ്ലഡ് വോളിയം ആണ് എന്താ എച്ച് ആൻഡ് എച്ച് എന്ന് പറയുന്നത് അല്ലെ? പെർസെന്റേജ് ഓഫ് RBC ടോട്ടൽ ബ്ലഡ് വോളിയം ആണ്. റെഡ് ബ്ലഡിലുള്ള പോർഷൻസ് ആണ്, അല്ലെങ്കിൽ പെർസെന്റേജസ് ഓഫ് RBC ടോട്ടൽ ബ്ലഡ് വോളിയം ആണ് അല്ലെ? ഓക്കെ, 122 ടിക്ക് ചെയ്യാം കേട്ടോ. 122 ടിക്ക് ചെയ്യാം. എച്ച് ആൻഡ് പി, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. എച്ച് ആൻഡ് പി, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ടിക്ക് ചെയ്യാം. 122 എച്ച് ആൻഡ് പി, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ടിക്ക് ചെയ്യാം. 123 H/A, headache. H/A, headache. 123 H/A, headache ടിക്ക് ചെയ്യാം. 124 HB, ഹീമോഗ്ലോബിൻ അല്ലെ? HB, ഹീമോഗ്ലോബിൻ ടിക്ക് ചെയ്യാം കേട്ടോ. 124, 122, 123, 124 ടിക്ക് ചെയ്യാം. HRP, H/A, HB. 125 HCT, HCT, ഹെമറ്റോക്രിറ്റ്. എന്താണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്? HCT അത് RBCയിലുള്ള ടോട്ടൽ ബ്ലഡ് വോളിയം ആണ് കേട്ടോ. RBCയിലുള്ള ടോട്ടൽ ബ്ലഡ് വോളിയം ആണ് ഇത് HCT എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. RBCയിലുള്ള ബ്ലഡ് ടോട്ടൽ ആയിട്ടുള്ള ബ്ലഡ് വോളിയം ആണ് ഇത് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. 126 HG എന്താണ്? മെർക്കുറി. അറിയാലോ, HG സൂചിപ്പിക്കുന്നത് മെർക്കുറി ആണ് കേട്ടോ. HG, മെർക്കുറി. 127 ടിക്ക് ചെയ്യാം. 127 ടിക്ക് ചെയ്യാം. 127 HGB, അതും എന്താണ്? ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. HGB എന്താണ്? ഹീമോഗ്ലോബിൻ. HGB, ഹീമോഗ്ലോബിൻ. 127 ടിക്ക് ചെയ്യണേ. 127 ടിക്ക് ചെയ്യാം. HGB, ഹീമോഗ്ലോബിൻ ടിക്ക് ചെയ്യാം. 128 HH, ഹയാറ്റൽ ഹെർണിയ. ഹയാറ്റൽ ഹെർണിയ എന്താണ്? അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ മുകളിൽ ഭാഗത്ത്, അപ്പർ ഭാഗത്ത് വരുന്നതാണ്. അപ്പർ പാർട്ടിൽ വരുന്ന, അതായത് സ്റ്റൊമക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത്. സ്റ്റൊമക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് ചെസ്റ്റിന്റെ അടുത്തേക്ക് ബൾജ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആണ് ഇത് സ്റ്റൊമക് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പർ ഭാഗത്താണ്, ലോവറിലല്ല, അപ്പർ ഭാഗത്ത് നടക്കുന്നതാണ് എന്താ? ഹയാറ്റൽ ഹെർണിയ എന്ന് പറയുന്നത്. സ്റ്റൊമക്കിന്റെ എന്താണ്? അപ്പർ ഭാഗത്ത് ഹെർണിയ, പാർട്ട് ഓഫ് സ്റ്റൊമക് ബൾജിങ് ടു ചെസ്റ്റ്. ഇനി ബൾജ് ചെയ്ത് മുകളിലേക്ക് വരുന്ന സിറ്റുവേഷൻ ആണ് എന്താ? ഹയാറ്റൽ ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. ഓക്കെ, 129 HIV, അറിയാമല്ലോ നിങ്ങൾക്ക്. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്താണ്? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. ഓക്കെ, ടിക്ക് കേട്ടോ. ടിക്ക് ചെയ്യാം. 129 ടിക്ക് ചെയ്യണം. 129 ടിക്ക് ചെയ്യാം. Then
H2O, water. H2O, water. അറിയാലോ, ടിക്ക് ചെയ്യണം കേട്ടോ. 130 ടിക്ക് ചെയ്യണം. 130 ടിക്ക് ചെയ്യാം. Then 131 H2O2, H2O2, hydrogen peroxide, hydrogen peroxide. നമ്മുടെ കുഴിനഖമൊക്കെ കുത്തുന്ന സമയത്ത് കുഴിനഖമില്ലേ, കാലിൽ ഇങ്ങനെ കുഴിനഖം കുത്തുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? തള്ളവരലിന്റെ അവിടെയായിട്ട് കാൽക്കൂട്ടില്. അപ്പൊ അതിന് ആന്റിസെപ്റ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, H2O2 പതച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ആൾക്കാരൊക്കെ എന്താണ് പുറത്തേക്ക് പോകും അത് ഒഴിക്കുന്ന സമയത്ത്. 132 എന്താണ് 132 HPI, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. HPI, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. HPI, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്. 133 HR, അവർ. 133 HR, അവർ. ഈ അവർ എന്ന് നമ്മൾ നേരത്തെ വേറെ ഒരെണ്ണം പഠിച്ചിരുന്നല്ലോ. H സൂചിപ്പിക്കുന്നത് എന്താണ്? അവറാണ് കേട്ടോ. H സൂചിപ്പിക്കുന്നതും അവറാണ്. HR എന്താണ്? അവർ തന്നെയാണ് കേട്ടോ. Then HS, at bedtime. At bedtime നമ്മൾ മെഡിസിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻ ഷെഡ്യൂൾ ടൈമുകളാണ് അല്ലെ, ബെഡ് ടൈം. HS. Then 135 ടിക്ക് ചെയ്യണേ. HTN, ഹൈപ്പർ ടെൻഷൻ. HTN, ഹൈപ്പർ ടെൻഷൻ. ടിക്ക് ചെയ്യാട്ടോ. HTN, ഹൈപ്പർ ടെൻഷൻ. HX ടിക്ക് ചെയ്യണേ. 136 ടിക്ക് ചെയ്യാം. HX, ഹിസ്റ്ററി. HX എന്താണ്? HX, ഹിസ്റ്ററി. 137 HZ, ഹെഡ്സ്. HZ എന്താണ്? നമ്മുടെ അൾട്രാസൗണ്ടിന്റെ ഒക്കെ ഫ്രീക്വൻസി യൂണിറ്റ് ആണ് എന്താ ഹെഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു യൂണിറ്റ് ആണത്. ഓക്കെ, ഹെഡ്സ് ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റ്സ്. 135 136 ടിക്ക് ചെയ്തോ. ഓക്കെ, 137 പറഞ്ഞു അല്ലെ HS. 138 ടിക്ക് ചെയ്യാം കേട്ടോ. 138 ടിക്ക് ചെയ്തേ. I and O, intake and output. പുറത്തേക്ക് എടുക്കുന്ന പുറത്തേക്ക് എന്നുള്ളൊരു മീനിങ് കേട്ടോ. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇതിൽ നോക്കിയിട്ട് കണ്ണെന്തോ പോലെ ഔട്ട്പുട്ട്. എനിക്ക് തോന്നുന്നുണ്ടോ? പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോന്ന് ചെറുതാക്കി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, 138 ടിക്ക് ചെയ്യാം. 139 IC. 139 IC എന്താണ്? അതിന് 3 മീനിങ് വരുന്നുണ്ട് കേട്ടോ. ഇൻട്രാ കാർഡിയാക്ക് വരുന്നുണ്ട്, ഇൻട്രാ കാർഡിയാക്ക് എന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ഇറിറ്റേബിൾ കോളൻ. ഇറിറ്റേബിൾ കോളൻ. ഇറിറ്റേബിൾ കോളൻ നമ്മുടെ അബ്ഡോമിനൽ പെയിൻ ആണ് കേട്ടോ. അബ്ഡോമിനൽ പെയിൻ ആണ്. അപ്പൊ ICക്ക് 3 മീനിങ്, 3 എക്സ്പാൻഷൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രാ കാർഡിയാക്ക്, ഒന്ന് എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇറിറ്റേബിൾ കോളൻ. അബ്ഡോമിനൽ പെയിൻ ആണ് ഇത് ഇറിറ്റേബിൾ കോളൻ എന്ന് പറയുന്നത്. Then 140 ICP. ICP എന്താണ്? ഇൻട്രാകാർണിയൽ പ്രഷർ. ഇൻട്രാകാർണിയൽ പ്രഷർ എന്താണ്? പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. അതായത് ബ്രെയിനിലുള്ള പ്രഷർ ആണ് എന്ത്? ഇൻട്രാകാർണിയൽ പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ICP എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആണ് കേട്ടോ. ബ്രെയിൻ ഇൻട്രാകാർണിയൽ പ്രഷർ.
ഏതാണോ ICT intracardial pressure. Okay. Then 141 ICU intensive care unit. ഒക്കെയാണ് ICU intensive care unit. ICU intensive care unit. 142 ടിക്ക് ചെയ്യാം. 142 IDDM. IDDM. Insulin dependent diabetes mellitus. Insulin dependent diabetes mellitus. അതായത് നമ്മുടെ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയും. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട് കേട്ടോ പ്രമേഹത്തില്. അതിൽ ടൈപ്പ് 1 പ്രമേഹമാണ് എന്താ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. IDDM ടൈപ്പ് 1 പ്രമേഹം. ഇത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ടൈപ്പ് 1 പ്രമേഹമാണ്. ഇപ്പൊ 141 142 ടിക്ക് ചെയ്യാം. 143 IM എന്താണ് ഇൻട്രാമസ്കുലർ, അതായത് വിത്തിൻ ദ മസിൽ കേട്ടോ. ഇൻട്രാമസ്കുലർ എന്ന് പറഞ്ഞത് എന്താണ് വിത്തിൻ ദ മസിൽ ആണ് കേട്ടോ. വിത്തിൻ ദ മസിൽ. IM വിത്തിൻ ദ മസിൽ. അതിലൊന്നും കൂടി ടിക്ക് ചെയ്യേണ്ടത് ഒന്നുകൂടി പറയാണ്. 122 ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 122 123 124 127 129 130 135 136 138 141 142 കറക്റ്റ് ആണോ ടിക്ക് ചെയ്തിരിക്കുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലെ 165 വരെ കൂടി എടുക്കാനുള്ളൂ. ബാക്കി 166 തുടങ്ങി മിസ് എടുക്കുന്നില്ലേ? ഓക്കെ, ഇടം വരെ എടുത്തത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. 131 ഇല്ലേ? ടീച്ചർ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ടിക്ക് ചെയ്യാൻ? 129 130 ആണ് പറഞ്ഞത്. 131 പറഞ്ഞിട്ടില്ല കേട്ടോ, അതില്ല, ടിക്ക് ചെയ്യണ്ട. പിന്നെ 135 36 38 41 42 ആണ്. ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, യെസ്, ഓക്കെ. ടിക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ച് വായിച്ചു പോവാ കേട്ടോ. താങ്ക് യു. Thank you. Have a nice day.